ഹായ് ഗൈസ്, അപ്പൊ ഞാനിപ്പോ ഉള്ളത് സ്റ്റേഡിയം ലിങ്ക് റോഡിലാണ്. അപ്പൊ ഞാനിവിടെ സ്റ്റേഡിയത്തിൽ വരെ വന്നതാണ് വെറുതെ. അപ്പൊ ഇപ്പൊ സമയം 7:30 എന്തോ ആയെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഈ പോസ്റ്ററിന്റെ ബാക്കിൽ വന്ന് എന്താ വീഡിയോ എടുക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇവിടെ കൂടെ നടന്നപ്പം ഈ പോസ്റ്ററിന്റെ അതൊക്കെ വന്ന് നിന്നെയാണ്. അപ്പൊ നമ്മളിന്ന് മൂവിക്ക് പോവാണ്, ഫാമിലി ആയിട്ടാണ് പോകുന്നത്. റോഡിലായതുകൊണ്ട് ഭയങ്കര റഷ് ആയിരിക്കും അറിയാം. നമ്മളിന്ന് ഫാമിലി ആയിട്ടാണ് മൂവിക്ക് പോകുന്നത്. ഇപ്പൊ ടൈം എന്തോ 7:30 എന്തോ ആയിട്ടുണ്ട്. ഇന്നത്തെ ഡേ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. April 26 ആണിന്ന്. സോ ഇന്നത്തെ ഡേയും ഭയങ്കര സ്പെഷ്യലാണ്. സോ ഇന്ന് നമ്മൾ മൂവിക്ക് പോവാണ്. നാളെ സൺഡേ ആയതുകൊണ്ട് നമ്മൾ 8:45 എന്തോ ആണ് ഷോ ഉള്ളത്. അതപ്പോൾ ലേറ്റ് ആയാലും നമുക്കത് രാവിലെ എഴുന്നേൽക്കണ്ട, നാളെ ഓഫ് ഡേ ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റാലും മതി. അപ്പോൾ നമ്മൾ തുടരും സിനിമ കാണാൻ പോവാണ്. ലാലേട്ടൻ്റെ സിനിമയാണ്. ഓഫ് കോഴ്സ് ഞാൻ ഈ പോസ്റ്റർ ഈ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്നോട് ആരോ പറഞ്ഞു എന്തെങ്കിലും ഭയങ്കര നന്നായിട്ടുണ്ടാവും, പടം കുറച്ച് എന്തെങ്കിലും കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് ഓവർ ഹൈപ്പൊക്കെ കൊടുത്തിരുന്നതാണ്. അപ്പോഴാണ് റിവ്യൂ വന്നത് ഇന്നലെ. അപ്പം തന്നെ ഞാൻ അച്ചോട്ടിനെ വിളിച്ച് പറഞ്ഞു നല്ല റിവ്യൂ ഉണ്ട്, പെട്ടെന്ന് ബുക്ക് ചെയ്തോ, നല്ല റിവ്യൂ ഉണ്ടെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞു. അപ്പം തന്നെ ആള് ബുക്ക് ചെയ്തു. അതുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് ടിക്കറ്റ് കിട്ടി. ഇന്നെല്ലാം ഹൗസ്ഫുൾ ആയിരിക്കും, കാരണം പടം ഇത്ര അടിപൊളിയായിട്ട് ഓടുന്നുണ്ട്. അപ്പൊ എന്റെ പുറകിൽ ലാലേട്ടനുണ്ട്, പിന്നെ ശോഭന മാം ഉണ്ട്. അപ്പോൾ നമുക്കറിയാലോ, എനിക്ക് ഇവരുടെ കോംബോ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരുപാട് സിനിമ, എനിക്ക് അധിക സിനിമ ഒന്നും അറിയത്തില്ല, എന്നാലും മൺസൂരത്താഴൊക്കെ കണ്ട ഒരു വൈബ് ഉണ്ടല്ലോ, ആ ഒരു ഇതൊന്നും വേറെയാണല്ലോ. അപ്പം ഞാൻ പടം കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇപ്പൊ സമയമായിട്ടില്ല, ഇനി വീട്ടിലോട്ട് പോകണം. പപ്പയും ബ്ലിസ്സും അച്ചേട്ടനും റെഡിയായി നിൽക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം പോവാൻ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്ന വഴി ബാക്കി കാണിക്കാം. ഇപ്പോൾ ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട്, ഇപ്പോൾ റോഡിൽ നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ട് എടുത്ത് സംസാരിക്കേണ്ടി തൊണ്ടേനെടുക്കും. അപ്പോൾ ബൈ ഗായ്സ്. ഹേ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നലെ പടം കണ്ടിട്ട് വന്നപ്പോൾ ഒരു 11:30, 11:45, 12 മണിയോളം ആയി. പിന്നെ നമ്മൾ വന്ന് ഫുഡ് കഴിച്ചിട്ടൊക്കെ ഞാൻ കിടന്നപ്പോഴത്തേക്കും 1 മണിയായപ്പോഴത്തേക്കും എനിക്ക് റിവ്യൂ ഇടാനായിട്ട് ഞാൻ കരുതി രാവിലെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്ക് ടു ഫിലിമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഗായ്സ്, ഒരു രക്ഷയില്ലാത്ത പടം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എവിടുന്ന് പറഞ്ഞു തുടങ്ങണം എന്ന് ഡൗട്ടാണ്. എവിടുന്ന് തുടങ്ങും എന്ന് സത്യം പറഞ്ഞാൽ ആദ്യം തൊട്ട് പറയാനാണെങ്കിൽ ഈ തുടരും മൂവി എന്ന് പറഞ്ഞൊരു ട്രെയിലർ അല്ലെങ്കിൽ ഒരു പോസ്റ്ററൊക്കെ കണ്ടപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഇങ്ങനെ ആരോ പറഞ്ഞു എന്തോ ഒരു ഇതുള്ള പടമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഫാമിലി മൂവി. നമുക്ക് ആ പോസ്റ്റർ, ഞാൻ അധികം അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞില്ല. ജസ്റ്റ് പോസ്റ്ററൊക്കെ കണ്ടപ്പോഴത്തേക്കും ലാലേട്ടൻ ഇങ്ങനെ ഒരു തുണിക്കടയിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ കരുതിയത് ഒരു ഫാമിലി മൂവി ആയിരിക്കും, ഒരു ബ്രോഡാഡിയൊക്കെ പോലെ, അല്ലെങ്കിൽ ഒരു നോർമൽ ഫാമിലി മൂവി ആയിരിക്കും എന്ന് വിചാരിച്ചു. കുറച്ച് കോമഡിയൊക്കെ ആയിട്ട് അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് തരുൺമൂർത്തിയുടെ കയ്യിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പോൾ ആ ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. പടം കാണാൻ പോയപ്പോൾ എന്ത് പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല ഗായ്സ്. ഒരു രക്ഷയില്ലാത്ത പടം എന്ന് പറഞ്ഞാൽ സ്ക്രീൻ പ്ലേ ആയാലും എന്ത് സ്റ്റോറിയാണ് ഗൈസ്, എൻ്റെ പൊന്നോ. സത്യം പറഞ്ഞാൽ എല്ലാ ഇമോഷൻസും നമുക്ക് കൺവേ ആകും. അതായത് നമ്മൾ ചിരിക്കേണ്ടടുത്ത് കുറേ അടുത്ത് ഞാൻ ചിരിച്ചു. നല്ല കോമഡി ഒക്കെ ഉണ്ടായിരുന്നു. കുറേ അടുത്ത് ഞാൻ ചിരിച്ചു, കുറേ ഞാൻ കരഞ്ഞു, കുറേ അധികം ടെൻഷൻ അടിച്ചു, കുറേ എക്സൈറ്റഡ് ആയിട്ടിരുന്നു. സത്യം പറഞ്ഞാൽ ഇൻ്റർവെൽ പഞ്ചൊക്കെ എൻ്റെ
ഓരോ ഷോട്ടും എനിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിനിമ സ്പോയിൽ ചെയ്യുന്ന പോലെ ആയി പോകുന്നു. ഇത് 3rd ഡേ ആണെന്ന് തോന്നുന്നു. ഇത് 3rd ഡേ ആണ്. അപ്പോൾ സ്പോയിൽ ചെയ്യുന്ന പോലെ ആയി പോകും. ഓൾറെഡി നിങ്ങൾ, ഞാൻ സത്യം പറഞ്ഞ ഒരു റിവ്യൂർ ഒന്നും അല്ല, പക്ഷെ ഓൾറെഡി നിങ്ങൾ അശ്വിൻ കോക്കിന്റെ അതേപോലെ തന്നെ കോൾമി ശാസ്ത്രത്തിന്റെ ഒക്കെ റിവ്യൂ കണ്ടു കാണും. സ്ക്രീൻ പ്ലേ ഒരു രക്ഷയില്ല. സ്റ്റോറി എന്ത് സ്റ്റോറിയാണ് സത്യം പറഞ്ഞാല്. 2025 സത്യം പറഞ്ഞാൽ ലാലേട്ടൻ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. ഇപ്പം തന്നെ എമ്പുരാനാണെങ്കിലും അടുത്ത നെക്സ്റ്റ് മന്ത് തന്നെ നമ്മുടെ തുടരുവാണെങ്കിലും ആ മൂവിയുടെ ഒരു പേരിന്, ആ തുടരും എന്നുള്ള ഒരു പേര് ആ മൂവിക്ക് ഭയങ്കര ഒരു മീനിങ് കൊടുക്കുന്ന ഒരു പേരാണ്. ലാസ്റ്റ് നമ്മളിങ്ങനെ എല്ലാവരും സ്റ്റോറി ഇട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഓൾറെഡി തന്നെ തുടരും, മോഹൻലാൽ തുടരും എന്നിങ്ങനെ എഴുതി കാണിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എനിക്ക് എന്തോ പറയണമെന്ന് അറിയത്തില്ല. അത്രയ്ക്കും കിടിലൻ പടം. കിടിലൻ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനെ അതേപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ കംബാക്ക് എന്ന് പറഞ്ഞാൽ പുള്ളി കംബാക്ക് എന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല, കാരണം പുള്ളി നമ്മൾ എവിടെയും പോയിട്ടില്ല. പക്ഷേ ലാലേട്ടൻ്റെ ഭയങ്കര ഒരു ഫാൻ പടമായിരുന്നു ഇത്. സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിക്കുമ്പോൾ, ഞാൻ ഒരു മമ്മൂട്ടി ഫാനായിരുന്നു. ഞാൻ എന്താണ് ദേവദൂതൻ സിനിമ, ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ദേവദൂതൻ സിനിമ കണ്ടതിന് ശേഷമാണ് ഞാൻ ഒരു മോഹൻലാൽ ഫാനായിട്ട് വന്നത്. കുറേ ഇപ്പോൾ ഒടിയൻ അങ്ങനത്തെ പറഞ്ഞ കുറേ സിനിമ ലാലേട്ടൻ്റെ വന്ന സിനിമകളെല്ലാം അത്യാവശ്യം ഒരു ഇതുമില്ലാതെ ഇങ്ങനെ വന്ന് പോയപ്പോഴത്തേക്കും എല്ലാവരും ലാലേട്ടനെ അഭിനയിക്കാൻ അറിയത്തില്ല, ലാലേട്ടൻ അങ്ങനായിപ്പോയി ഇങ്ങനായിപ്പോയി. ലാലേട്ടൻ ഇങ്ങോട്ടാണ് പോയിരിക്കുന്നത്, എങ്ങോട്ടും പോയിട്ടില്ല. നിങ്ങൾ ആ തിയേറ്ററിൽ ചെന്ന് കാണുമ്പോൾ മനസ്സിലാവും പുള്ളിക്കാരൻ എങ്ങോട്ടും പോയിട്ടില്ല. പഴയതിനെക്കാട്ടിലും കൂടുതൽ എന്താ ഉയർന്നിട്ടേ ഉള്ളൂ. അത്രയ്ക്കും അടിപൊളി പടം. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഒരു നോർമൽ ഒരു മൂവി ആയിട്ടാണ്, നോർമൽ ഒരു ക്ലീൻ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഫാമിലി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്കും ഇന്റർവൽ പഞ്ച് കൊണ്ട് നിർത്തി കഴിയുമ്പോഴത്തേക്കും പടം അങ്ങ് തിരിഞ്ഞിട്ട് പടം പിന്നെ എന്താണ് കാണിക്കുന്നത് എനിക്കറിയത്തില്ല. എൻ്റെ പൊന്നോ, ഇന്നലെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വട്ടം കൂടെ കാണണമെന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വില്ലൻ. പുള്ളി ഈ ആഡൊക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ ആ പുള്ളി ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ ആഡൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ എല്ലാവരും പറഞ്ഞ് ഞാൻ കുറേ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കണ്ടു പുള്ളി ആഡൊക്കെ ചെയ്യുന്ന ആളാണെന്ന്. സത്യം പറഞ്ഞില്ലേ, ലാലേട്ടന് ഓരോ ലാസ്റ്റ് പുള്ളിയെ തിരിച്ച്, അതായത് പ്രതികാരം ചെയ്യുമ്പോൾ ഓരോ വട്ടം ഞാൻ കൊടുക്ക് ഞാൻ തിയേറ്ററിൽ എന്ന് പറഞ്ഞാൽ അത്രയും എന്താണ് അയാളോടുള്ള ദേഷ്യം. വില്ലൻ ഒരു രക്ഷയില്ല. ലാലേട്ടൻ കട്ടയ്ക്കാണെങ്കിൽ വില്ലൻ അതിരി കട്ടയ്ക്ക് നിൽക്കുന്ന ഓരോ ക്യാരക്ടേഴ്സ് ആണല്ലോ. മറ്റേ ആനന്ദത്തിലെ ആ ആനന്ദത്തിൽ അങ്ങനെയല്ല, ഇവരാളുടെ പേരെന്തെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മുടെ അമൽ ഡേവിഡ്സ് ഒക്കെ ആണെങ്കിലും, പിന്നെ ആ ലാലേട്ടൻ്റെ മോളായിട്ട് വരുന്ന കൊച്ചു, പിന്നെ എക്സ്പെഷ്യലി ശോഭന മാം, ഒരു രക്ഷയില്ല. ആ ഒരു കോംബോ നമുക്കറിയാലോ ലാലേട്ടൻ ശോഭന മാം ഒരു കോംബോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഭയങ്കര ഫേവറേറ്റ് ആയിരിക്കും. അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, അത് എന്താണ് ഭയങ്കര ഒരു സത്യം പറഞ്ഞാല് ഇതിന്റെ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ ഞാൻ ആദ്യം അതാണ് വിചാരിച്ചു, അവർ രണ്ടുകൂടെ ഒരു പടം വീണ്ടും വരുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ സ്റ്റോറി സൂപ്പർ സ്റ്റോറി, എഡിറ്റിങ് ഭയങ്കര അടിപൊളി. അതിനകത്ത് കിട്ടില്ലെന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് നമ്മുടെ ലാലേട്ടൻ്റെ പാട്ട് നമ്മുടെ MG ശ്രീകുമാർ സാറിൻ്റെ വോയിസിൽ വരുമ്പോൾ എന്ത് പറയാനാ, പുള്ളിക്കാരനല്ലാതെ ആർക്ക് ലാലേട്ടൻ്റെ അതിൽ വോയിസ് കൊടുത്ത് പാടാൻ പറ്റും. ആ ഒരു പാട്ടും ഭയങ്കര ഒരു പടം, ഒരു വേറെ ലെവൽ പടമാണ്. സത്യം പറഞ്ഞാൽ എന്തുവാ പറയേണ്ടത്, ഞാനത് എനിക്കറിയത്തില്ല. മസ്റ്റായിട്ടും തിയേറ്ററിൽ വാച്ച് ചെയ്യേണ്ട മൂവിയാണ്, മസ്റ്റായിട്ടും. ലാലേട്ടൻ എന്താണ് രോമാഞ്ചമാണ് തിയേറ്ററിൽ. രോമാഞ്ചം എന്ന് പറഞ്ഞാൽ ഞാൻ എമ്പുരാനും കണ്ടിട്ടും ഞാൻ ഇതേപോലെ എനിക്ക് എമ്പുരാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരാളാണ്. ഞാൻ കാറിക്കൂവി ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്തു വന്നതാണ്. അതിൻ്റെ ആയിരം ഇരട്ടി എന്താണ് ഒന്നും കൂടെ ഭയങ്കര ഒരു എനർജി വയസ്സായാലും എന്തൊക്കെയാണ് നമുക്ക് എന്താണ് നമുക്ക് ദൃശ്യത്തിൽ നമുക്ക് ഷാജോണിൻ്റെ അടുത്തൊരു ദേഷ്യമൊക്കെ വരുമല്ലോ, അതൊന്നും ഒരു ദേഷ്യമേ അല്ല, നമുക്ക് ഇങ്ങ് വലിച്ച് കീറാൻ തോന്നും അയാളെ. അപ്പോൾ അത്ര ഒരു വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വില്ലൻ. പുള്ളിയുടെ ഫസ്റ്റ് മൂവിയാണെന്ന് ഞാൻ കേട്ടു.
പുള്ളിയുടെ ഉള്ളിൽ ഇത്രയും ഒരു അഭിനയിക്കാനുള്ള ഇത്രയും ഒരു കലാകാരനുണ്ടെന്ന് എനിക്ക് പുള്ളി പേഴ്സണലി അറിയില്ല. പക്ഷെ എന്ത് പറയാനാന്ന് എനിക്കറിയത്തില്ല ഗൈസ്, എന്ത് പറയാനൊന്നും അറിയത്തില്ല. പിന്നെ എന്താണ്, ക്യാരക്ടേഴ്സ് എല്ലാം അടിപൊളി, അതായത് ക്യാരക്ടർ സെലക്ഷൻ എല്ലാം അടിപൊളി, ആൾക്കാരുടെ കാസ്റ്റിംഗ് എല്ലാം അടിപൊളി, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി സ്റ്റോറി, ഇന്റർവെൽ വരെയുള്ള ഒരു സ്റ്റോറിയേ അല്ല, പിന്നെ അങ്ങോട്ട് ഇന്റർവെൽ കഴിഞ്ഞ് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്ററാണ്. ഭയങ്കര, ഞാൻ കവിതയിലാണ് പോയി കണ്ടത്, നമ്മുടെ ഷോ കവിതയിലായിരുന്നു. അപ്പോൾ ഭയങ്കര കവിതയിലാകുമ്പോൾ അറിയില്ല ഒരു ഓളവും ആ ഒരു ലാലേട്ടൻ വെറുതെ ഇങ്ങനെ വന്നിട്ട് എന്താണ് ലാലേട്ടൻ്റെ ആ ഒരു സ്വാഗിനോ അല്ലെങ്കിൽ ആ ഒരു ഇതിനൊന്നും അല്ല, ലാലേട്ടൻ്റെ അഭിനയം എന്തോ ഒരു അഭിനയമാണോ എൻ്റെ ഈശ്വര, എന്തുവാണോ കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. എന്തൊക്കെയോ പറയണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു, പറയാനാണെങ്കിൽ കുറേ സീൻസ് ഒക്കെ എടുത്ത് പറയേണ്ടി വരും. പക്ഷെ ആ സീനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലായി പോകുന്ന പോലെ ആയി പോകും. കുറേയൊക്കെ കാര്യങ്ങളിൽ ലാലേട്ടന് എതിരെ വന്നിട്ടുള്ള കുറേയൊക്കെ കളിയാക്കലുകളും ഹേറ്റേഴ്സൊക്കെ പറഞ്ഞതും ഒക്കെ അതിനകത്ത് ഇങ്ങനെ ലാലേട്ടൻ തന്നെ എടുത്ത് തിരിച്ചു പറഞ്ഞ് കളിയാക്കുന്ന കുറേ കോമഡി സീൻസ് ഒക്കെ ഉണ്ട്. ശരിക്കും അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ വെല്ലാൻ ഇനി ഒരു നടനുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അത്രയ്ക്കും അടിപൊളി പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ഇത് പറയാണ്, ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതിൽ വെച്ച് ഏറ്റവും ഹൈലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പടം എന്ന് തന്നെ പറയാം. ഇതാണ് സ്റ്റോറി, ഇങ്ങനെയാണ് സ്റ്റോറി, ഇത്രയും സ്റ്റോറി. ലാലേട്ടൻ ഇങ്ങനെ സ്റ്റോറി സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പഴയ നമ്മുടെ ആ ഒരു പഴയ ലാലേട്ടൻ വൈബിലേക്ക് നമുക്ക് ഫാൻസിനും അല്ലാത്തവർക്കും എല്ലാം തിരിച്ചു വരാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ്, അടിപൊളി സ്റ്റോറി സെലക്ഷൻ, അടിപൊളി സ്ക്രീൻ പ്ലേ, അടിപൊളി വിഷ്വൽസ് ആണ്, അടിപൊളി എന്താണ് വില്ലനായാലും ബാക്കി ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ കൊണ്ട് അഭിനയം കൊണ്ട് എൻ്റെ പൊന്നോ എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്കിത് ഭയങ്കര നഷ്ടമായി പോകും. ഓൾറെഡി നിങ്ങളെല്ലാവരും കണ്ടോണം, അവിടെ ഇവിടെയൊക്കെ റിവ്യൂ ഒക്കെ വന്ന് കാണും. നമ്മൾ എന്താണ് ഇപ്പം നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണാം, ഇന്നും നാളെയൊക്കെ ആയിട്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. എനിക്ക് ഒന്നുകൂടെ തിയേറ്ററിൽ പോയി കാണണമെന്നുണ്ട്. അപ്പോൾ എന്താണ്, മോഹൻലാൽ തുടരും, ഇനിയും തുടരും, ഇനിയും തുടരും. അപ്പോൾ ലാലേട്ടൻ എവിടെയും പോകാൻ പോകുന്നില്ല. ഇതിൽ അടിപൊളി അഭിനയമായിട്ട് നമ്മുടെ അടുത്ത് തന്നെ, നമ്മുടെ മലയാള സിനിമയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി എല്ലാവരും റിവ്യൂസൊക്കെ കണ്ടു കാണും, യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ കണ്ടു കാണും, ഇൻസ്റ്റഗ്രാം റീൽസൊക്കെ കണ്ടു കാണും. അപ്പോൾ അധികം സ്പോയിൽ ആവുന്നതിന് മുന്നേ തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഞാനന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ ഒരു 12 മണിയായി. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് എല്ലാം ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം എന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ എടുത്തത്. ഇന്നലെ രാത്രി 1 മണിയായി. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ അപ്പം തന്നെ ആ ഒരു ചൂടോടിരുന്ന് പറയേണ്ടതായിരുന്നു തോന്നി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക. മൂർത്തി നമുക്ക് വേണ്ടിയിട്ട് ഭയങ്കര ഒരു ഗിഫ്റ്റാണ് നമുക്ക് തരാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ. പുള്ളിയുടെ അടുത്ത ഈ ഒരു ഇത് കണ്ടിട്ട് പുള്ളിയുടെ അടുത്ത ഒരു പടത്തിന് ഇതിനേക്കാൾ പ്രതീക്ഷ കൊടുത്തിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക. അപ്പോൾ ടാറ്റ ബൈ. പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.